ഹലോ ഗൈസ്, എല്ലാവർക്കും നമുക്കൊരു എഗ് കറി ഉണ്ടാക്കിയാലോ? സോ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ അത് നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് സ്ലൈസ് ചെയ്തിട്ടുള്ള ഒണിയൻ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ടൊമാറ്റോയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോൾ അത് നമുക്ക് മാറ്റാവുന്നതാണ്. എന്നിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും ജീരകവും പിന്നെ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് ആൽമണ്ട്സും കൂടെ എടുത്ത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നേരത്തെ നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിരുന്ന ഒണിയനും കൂടെ ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ബോയിൽ ചെയ്ത് വെച്ചിരുന്ന എഗ്ഗ് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ ആ പുറം സൈഡ് ഒന്ന് കളർ മാറി വരാൻ വേണ്ടിയിട്ടാണ്. ഇത് ഏകദേശം ഇങ്ങനെ ഇരിക്കണം. ആ കളറും ഇങ്ങനെ മാറി വരുമ്പോഴത്തേക്കും ആ പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ഓയിലും സ്പൈസ് മിക്സും കൂടെ ചേർത്ത് കടുകും കൂടെ പൊട്ടിച്ച ശേഷം അതിലേക്ക് കുറച്ച് ഗാർലിക്കും ഗ്രീൻ ചില്ലിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല എന്നിവയെല്ലാം കൂടി ചേർത്തിട്ട് ആ മിക്സ് എല്ലാം ഒന്ന് നന്നായിട്ട് ആ പച്ചസത്തൊക്കെ ഒന്ന് മാറി വരുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരുന്ന ആ ഒണിയൻ്റെ മിക്സ് ചേർത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുന്ന വരെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ തേങ്ങയും ആൽമണ്ടും എല്ലാം കൂടെ മിക്സ് ചെയ്ത സംഭവം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഗ്രേവി ഒന്ന് ബോയിലായി വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വാട്ടറും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം തിളയ്ക്കാൻ വെക്കണം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന എഗ്ഗും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്താൽ എഗ് കറി റെഡിയാകും. വേണമെങ്കിൽ നമുക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്താൽ കറി സെറ്റായി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.